അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്തൊരു നാടൻ കറി കേട്ടോ, മാങ്ങ. ഇനിയിപ്പോൾ ചക്കി മാങ്ങയായി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അത് തന്നെ ഉണ്ടാക്കാമല്ലോ, പല തരത്തിലും ഉണ്ടാക്കാം. അപ്പോൾ ഒന്ന് മാങ്ങ അരച്ച് കലക്കിയായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം, അരയ്ക്കാം. സിമ്പിളാണ് കറി, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം മാത്രം. മുളക് 3 ഇട്ട് കൊടുത്തു, ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തു, പോയി തേങ്ങ. ഇനി വേണ്ടത് ജീരകാട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. നമുക്ക് കറി വയ്ക്കാം. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുപ്പിത്തെ കഴിഞ്ഞല്ലോ. മട്ട് ചാടി സാറില്ല, നമ്മളെ തേങ്ങ കുഴപ്പമില്ല. അപ്പം അത് മൂത്ത് വരട്ടെ. കടുക് ഇട്ടു, ഉള്ള ഉലുവ ഇട്ടു കേട്ടോ. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, മൂക്കട്ടെ. മുളക് ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കിട്ടാൻ ഭയങ്കര പാടാണ്. ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അത്രയും സ്ഥലത്ത് ഇത് കായാട്ടോ ഈ കിടക്കണേ. പിന്നെ അരിക്ക് വേണ്ടത് കരിവേപ്പില. പിന്നെ വേണ്ടത് ശകലം മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പം തന്നെ നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ അതിൽ. കുറച്ച് ചക്കക്കുരു കയ്പങ്ങി ഉപ്പേരി കേട്ടോ. അതാ ടൈപ്പ് നിൽക്കുന്നത്. നാടൻ വിഭവങ്ങൾ കേട്ടോ ഒക്കെ. ചട്ടുകത്തിൻ്റെ മീതെ ഞാനിത് ഇട്ടത് എന്താണെന്ന് അറിയാം, നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചില്ല കേട്ടോ. കായത്തിൻ്റെ പൊടി, കട്ടക്കായ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ പൊടി വാങ്ങിച്ചത് ഞാൻ. പിന്നെ നമ്മൾ ഈ അരച്ച് കലക്കി വെച്ച മാങ്ങ സിമ്മിലിട്ട് കൊടുക്കുക, തീ കേട്ടോ. ഈ ജാറൊന്ന് കഴുകി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്കതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ അതിന് വേണ്ടത്, പ്രത്യേകത എന്താണെന്നറിയോ, തിളച്ച് ഒരിക്കലും മറിഞ്ഞു പോകരുത്, മറിയാനേ പാടില്ല. അപ്പോൾ ഈ മാങ്ങ നമുക്കിങ്ങനെ ചൂടാക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറീൻ്റെ എല്ലാ ഇതും പോവും. പിരിയെന്ന് പറയല്ലേ, ആ പിരിയണ പോലെ ആവേ. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ.
ഉപ്പുണ്ടോ എന്ന് നോക്കാം. എന്താ ടേസ്റ്റ് പറയാമല്ല. എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടം. നെല്ലിക്ക അരച്ചെൽക്കി, മാങ്ങ അരച്ചെൽക്കി. ചൂടാവട്ടെ. അതിക്ക് വേണ്ടത് എന്താണെന്ന് പറയുക, തൈര്. ഇപ്പം ഇത് നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ഇളക്കി മറിയാതെ നോക്കുക. പതച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം കേട്ടോ. പുളി കുറച്ചുള്ള തൈര് എടുക്കണേ. നല്ല പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. അതിൻ്റെ മാങ്ങേൻ്റെ പുളിയും രണ്ടിൻ്റെയും കൂടി പുളിയാവുമ്പോൾ നമുക്ക് പേറ്റും പുളിയാവും. അപ്പോൾ ഇത്രയും മതി. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. മറക്കാതെ ഓഫാക്കി തീ